നമസ്കാരം. ഒരാൾ ഒരു എഴുത്തുകാരനാകാനുള്ള ഒരു സൂചന അത് ഗ്രഹനിലയിൽ നിന്നും നമുക്ക് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ പറയുന്നു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ചെന്ന ഈ ക്രിയേറ്റിവിറ്റി ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ ഭാഗ്യമുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ആ ഭാഗ്യം ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളവരാണ് എഴുത്തുകാർ. എന്താ കാരണം? അവർക്ക് മറ്റാരെയും ആശ്രയിക്കണ്ട. അവർക്ക് പേനയും കടലാസും അവരുടെ ചിന്തകളും അവരുടെ ഭാവനകളും മാത്രം മതി. മറിച്ച് മറ്റ് മേഖലകൾ പ്രവർത്തിക്കുന്നവരോ, ഒരു സിനിമാ സംവിധായകൻ അല്ലെങ്കിൽ ഒരു നാടക സംവിധായകൻ അല്ലെങ്കിൽ ഒരു നർത്തകൻ, ഇവർക്കൊക്കെ എന്തുമാത്രം പരസഹായം, പരപ്രതിഭകളുടെ ആവശ്യമുണ്ട്. എഴുത്തുകാരന് അതിൻ്റെ ആവശ്യമില്ല. എഴുത്ത് എന്ന് പറയുമ്പോൾ ഒരു സർവകലാശാലയിൽ ചെന്ന് പഠിക്കാൻ പറ്റില്ല. മലയാള സാഹിത്യത്തിൽ ഉന്നത ബിരുദങ്ങൾ എടുത്ത് വരുന്ന ഒരാളിനോട് ഒരു ചെറുകഥ എഴുതി തരാൻ പറഞ്ഞ അയാൾക്ക് സാധിക്കണമെന്നില്ല. മറിച്ച് പള്ളിക്കൂടത്തിൽ പോകാത്തവൻ അത് ചെയ്യുകയും ചെയ്യും. അതാണ് ഉള്ളിൽ തിരയാളുന്ന അഗ്നി, പ്രതിഭ ഉള്ള ഒരാളിനെ എഴുത്തുകാരനാകാൻ പറ്റൂ. ഒരു പരിശീലന കേന്ദ്രത്തിൽ നിന്നും അത് കിട്ടുന്നതുമല്ല. അപ്പം അതിനുള്ള ഒരു സൂചന ഒരു ഗ്രഹനിലയിൽ നിന്നും നമുക്ക് കിട്ടുകയാണെങ്കിൽ, ഒരു കുട്ടിയുടെ ആടെ ഗ്രഹനിലയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ, നമ്മൾ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കാലത്ത് എന്തെങ്കിലും കുറിപ്പുകൾ നമ്മൾ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവൻ പള്ളിക്കൂടത്തിലുള്ളതല്ല പഠിക്കുന്നത്. അവൻ വേറെന്തോ കുത്തി കുറുക്കുന്നു, വേറെ പുസ്തകങ്ങൾ പഠിക്കുന്നു. ശല്യപ്പെടുത്തരുത് അവനെ. അവൻ്റെ മേഖല അതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവൻ ജീവിക്കുക. ഓരോരുത്തരും അവരുടെ ഇഷ്ടമേഖലകളിലേക്ക് തന്നെ പോകേണ്ടിയിരിക്കുന്നു ജീവിത വിജയത്തിലേക്കായി. അതായത് നമ്മൾ രണ്ടാം ഭാവം ചിന്തിക്കുക സ്വാഭാവികമായി വാക്ക് വിദ്യ എന്നുള്ള സംവിധാനമാണ്. പക്ഷേ വിദ്യയുടെ പോർഷൻ വേറെ, മറ്റ് എഴുത്തിൻ്റെ പ്രതിഭ വേറെ. എഴുത്തെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനാണ്. എൻ്റെ മനസ്സിലുള്ള ആശയങ്ങളും സ്വപ്നങ്ങളിലും നിങ്ങളിലേക്ക് പകർന്നു തരുന്ന ഒരു സംഗതി. കമ്മ്യൂണിക്കേഷൻ അതേതാണ്? മൂന്നാം ഭാവം. ബുദ്ധിയുടെയും മറ്റും ഒക്കെ ആളായ, വാക്കിൻ്റെയും ഒക്കെ ആളായ ബുധൻ തന്നെയാണ് എഴുത്തിൻ്റെയും കാരകത്വം വഹിക്കുക. ഗുരുവല്ല, ഗുരു ജ്ഞാനത്തിൻ്റെ ആൾ. അപ്പോൾ ഭാവങ്ങൾ ഏതാണ്? എഴുത്തിൻ്റെ ഭാവങ്ങൾ ലഗ്നം തന്നെയാണ്. 1, 3, 5, 9, 10, 11 ഭാവങ്ങൾ. അവയ്ക്ക് ലഗ്നവും ലഗ്നാധിപനുമായുള്ള ബന്ധങ്ങൾ, ബുധന് ലഗ്നാധിപനുമായുള്ള ബന്ധങ്ങൾ. ഇതിൻ്റെ കോമ്പിനേഷൻ നോക്കി നമുക്ക് ഇയാൾ ആയിത്തീരും. ചിലപ്പോൾ ആണോ നിർബന്ധമൊന്നുമില്ല കേട്ടോ എന്ന് ഊഹിക്കാം. നമുക്കൊന്ന് പ്രശസ്തനായ, ഞാൻ ആരാധിക്കുന്ന, ഞാൻ ബഹുമാനിക്കുന്ന അദ്ദേഹത്തിൻ്റെ, എന്നെ അറിയില്ല, ഞാൻ പ്രശസ്തനല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളും നേരിട്ട് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിരവധിയായ അംഗീകാരങ്ങളും അവാർഡുകളും കിട്ടിയ പുസ്തകങ്ങൾ ഏറെ ഞാൻ വായിച്ച് എൻ്റെ ചെറുപ്പകാലം മുതൽ സ്കൂൾ പഠനകാലത്ത് തന്നെ വായിച്ചിട്ടുണ്ട്. നിരവധിയായ അംഗീകാരങ്ങൾ കിട്ടിയ ആദരണീയനായൊരു എഴുത്തുകാരൻ സി രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയിൽ കൂടെ നമുക്ക് ചെറിയ രീതിയിൽ, വേറെ ഭാവമൊന്നും നോക്കണ്ട, ഇദ്ദേഹം എങ്ങനെ എഴുത്തുകാരനായി, അതിൽ നിന്ന് എന്തെങ്കിലും സൂചന നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതിനെപ്പറ്റി നമുക്ക് നോക്കാം. 24/2/1939 3 AM മലപ്പുറത്ത് ജനിച്ചയാൾ. ലഗ്നം ധനുരാശിയിൽ, ലഗ്നരാശിയിൽ തന്നെ ശുക്രനുണ്ട്. 3 കുംഭത്തിൽ ഗുരുവുണ്ട്, രവിയുണ്ട്, ബുധനുണ്ട്. 4 ശനി. മേടത്തിലാണ് ചന്ദ്രനെങ്കിലും 4 മാറിക്കഴിഞ്ഞു. ബുധൻ 12. ഇതാണ് കാലാവസ്ഥ. ഒരു സംഭവം കണ്ടിട്ട് അത് അതേപടി എഴുതി വെക്കുന്നത്, പകർത്തുന്നത് പത്രപ്രവർത്തനമാണ്, റിപ്പോർട്ടിംഗ് ആണ്. അത് വേറെ കാര്യമാണ്. ഫോട്ടോഗ്രാഫി പോലെ ഫോട്ടോ എടുക്കുന്നു ആ സംഭവത്തിൻ്റെ. മറിച്ച് ചിത്രകല അങ്ങനെയല്ല. അയാൾ ഭാവനക്കനുസൃതമായി
ആ വസ്തുവിൻ്റെ വൈകൃതങ്ങളെല്ലാം മാറ്റി വളരെ സുന്ദരമായി അയാളുടെ ഭാവനയിൽ നിന്ന് വരക്കുന്നതാണ് ചിത്രകല എന്നുള്ളത് പോലെ ഒരു സംഭവം കണ്ടാൽ അതിൽ നിന്നും മറ്റൊരു തലങ്ങളിലേക്ക് സംഗതി പോകണം. ഞാൻ വലിച്ചു നീട്ടുന്നതല്ല, ഒരു സംഗതി എഴുത്തുകാരൻ്റെ ഭാവനയെപ്പറ്റി ഞാൻ പറയും. ഇതെങ്ങനെയാണ് ഉരുത്തിരിയുന്നത് എന്നതിനെപ്പറ്റി പറയാം. മുമ്പ് ഇവിടെ പ്രശസ്തമായ ഒരു മോഹൻലാലിൻ്റെ കിരീടം എന്നൊരു സിനിമയുണ്ടായി. ആ സിനിമ നടക്കുന്നതിൻ്റെ കഥയ്ക്ക് ആധാരമായ സംഭവം നടന്നത് ആലപ്പുഴയിൽ ഒരു ചെറുക്കൻ ഒരു ആശാരിപ്പണിക്ക് വേണ്ടി ദൂരദേശത്ത് നിന്ന് വന്നു. അപ്പോൾ ഒരു വൈകുന്നേരം അവൻ പണിയെല്ലാം കഴിഞ്ഞ് തൊട്ടടുത്തൊരു കള്ള് ഷാപ്പിൽ കള്ള് കുടിക്കാൻ പോയപ്പോൾ കള്ള് കുടിച്ചുകൊണ്ടിരിക്കെ കൂടെ കുറച്ച് പേരുണ്ട്. പെട്ടെന്ന് എല്ലാവരും എണീക്കുന്നു. കള്ള് കുടിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം എണീക്കുന്നു. ഇവന് കാര്യം മനസ്സിലായില്ല, ഇവ എണീറ്റില്ല. അവിടുത്തെ ഏറ്റവും വലിയ ഗുണ്ടയായ, അതാണ് കീരിക്കാടൻ ജോസിൻ്റെ കഥാപാത്രം, ആജാനബാഹുവായ ഒരാൾ വരുന്നു. അയാൾ വരുമ്പോൾ എല്ലാവരും എണീറ്റിരിക്കണം. അതാ നാടിൻ്റെ നിയമമാണ്. എണീക്കാതിരിക്കുന്ന പയ്യനെ പിടിച്ച് അയാൾ വലിച്ചിഴച്ച് ഒറ്റ അടി കൊടുക്കുന്നു. കാരണം അറിയാതെ, കാരണം എന്തെന്ന് ഇയാൾക്ക് പറഞ്ഞു, ആവശ്യമില്ലാതെ തന്നെ അടിച്ചതിന് അയാൾ ഈ ചെറുക്കൻ തിരിച്ച് ഒറ്റ അടി കീരിക്കാടിനും കൊടുക്കുന്നു. അപ്രതീക്ഷിതമായ അടിയേറ്റ് ഇയാളൊക്കെ വീഴുന്നു. ഒരല്പം ബോധരഹിതനായി. അപ്പോഴാണ് കൂട്ടത്ത് നിന്നവർ പറയുന്നത്, ഇവിടെ ചെറുക്ക, നീ അബദ്ധം കാണിച്ച് കളഞ്ഞല്ലോ. എന്ത് പറ്റി? എന്നെ അടിച്ചുകൊണ്ടല്ലേ ഞാനും അടിച്ച? അല്ല, അയാൾ ഈ നാട്ടിൻ്റെ ഏറ്റവും കൊലയും കൊള്ളയും നടത്തുന്ന ഗുണ്ടയാണ്. അയാൾ വരുമ്പോൾ എഴുന്നേറ്റിരിക്കണം എന്നുള്ളതാണ് നിയമം. അയ്യോ, അതെനിക്കറിയില്ലായിരുന്നു. ഇനി അറിഞ്ഞില്ലേ, നീ ഇനി ഇവിടെ നിൽക്കരുത്. നിന്നാൽ അയാൾ നിന്നെ കൊല്ലും. എത്രയും പെട്ടെന്ന് ഓടിക്കോ. ഇത് കേട്ടിട്ട് ചെറുക്കൻ പേടിച്ച് അയാൾ കൂടും കുടുക്കയും എടുത്തുകൊണ്ട് പോയി. ഈ സംഭവം തിരക്കഥാകൃത്തായ ലോഹിതദാസ് അറിഞ്ഞു. ലോഹിതദാസിൻ്റെ മനസ്സിലേക്ക് മറ്റൊരു ചിന്ത കടന്നു വരികയാണ്. കലാകാരൻ അങ്ങനെയാണ്. ആ ചെറുക്കൻ അവിടെ നിന്നിരുന്നുവെങ്കിലോ, ആ പ്രദേശത്ത് പണിയെടുത്ത് താമസിച്ചിരുന്നെങ്കിലോ ഉള്ള ആ സംഭവ വികാസങ്ങൾ ലോഹിതദാസ് ഭാവനയിൽ കാണുകയും ഒരു തിരക്കഥയാക്കുകയും ചെയ്തു. ഇതാണ് കലാകാരനും എഴുത്തുകാരനും ഒക്കെ ചെയ്യുക. നമുക്ക് സി രാധാകൃഷ്ണൻ്റെ ജാതകത്തിലേക്ക് ചെറിയ രീതിയിൽ ഒരു തീർത്ഥയാത്ര നടത്താം. ഇവിടെ ധനു ലഗ്നത്തിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ 1, 3, 5, 9, 10, 11 ഭാവങ്ങൾക്ക് തമ്മിൽ ലഗ്നാധിപൻ, ലഗ്നം ഇവയുടെ ബന്ധം വരണം. ഇവിടെ ധനു ലഗ്നത്തിൻ്റെ ലഗ്നാധിപൻ ഗുരു 3-ലാണ്. ജ്യോതിഷത്തിലൊരു നിയമം പറയുന്നു, 3 ഗുരുവിന് അത്ര നല്ലതല്ല എന്ന്. അത് നിയമമാണ്. അങ്ങനെ എത്രയോ നിയമങ്ങൾ, നല്ലതും പൊല്ലാത്തതുമായ നിയമങ്ങൾ ചേർത്ത് വച്ചിട്ട് ഒരു ജാതകം ചിന്തിക്കാവൂന്ന് ഞാൻ എപ്പോഴും പറയും. ഒരു കാര്യം കണ്ടത് കൊണ്ട് മാത്രം അതിനെ അങ്ങ് എഴുതിത്തള്ളരുത്. ഈ 3-ാം ഭാവം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ്റെ ഭാവമാണ്. ഗുരുവിനെ ഈ രാശി കർക്കിടകം, ഉച്ചരാശിയായ കർക്കിടകം രാശിയോടൊപ്പം നല്ല രാശി, 2 രാശിയാണ് നന്നായിട്ട്. എല്ലാ രാശിയും നല്ലത് തന്നെ, എന്നാലും ഏറ്റവും നല്ല രാശികൾ കുംഭവും കർക്കിടകവുമാണ്. അവിടെ ആരോടൊപ്പം യോഗം ചെയ്യുന്നു? 7ഉം 10ഉം ഭാവപതി, തൊഴിൽ ഭാവപതി. 3-ാം ഭാവത്തിൽ തൊഴിൽ ഭാവപതിയുമായി കമ്മ്യൂണിക്കേഷൻ്റെ ഇതിലെ ബുദ്ധിയുടെയും യുക്തിയുടെയും ഒക്കെ കാരകനായ, എഴുത്തിൻ്റെയും ഒക്കെ കാരകനായ ബുധൻ യോഗം ചെയ്യുന്നു ഭാഗ്യാധിപനായ രവിയോടൊപ്പം. രവി കീർത്തിയുടെയും പ്രശസ്തിയുടെയും പവറിൻ്റെയും ആളാണ്. അങ്ങനെ 3 യോഗങ്ങൾ സംഭവിച്ചിരിക്കുന്നുവെന്ന് മാത്രമല്ല, 3-ാം ഭാവത്തിനൊരു കാരകനുണ്ട്. അത് കുജനാണ്. കുജൻ്റെ ദൃഷ്ടി 3-ലേക്ക്. 3 കമ്മ്യൂണിക്കേഷൻ്റെ ഭാവമായ 3 അസാധ്യമായി പവർഫുള്ളായിരിക്കുന്നു. മറ്റ് യോഗങ്ങളെക്കാൾ ഒരു യോഗം പറയുന്നുണ്ട്, 2 ഗ്രഹങ്ങൾ തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അത് ധർമ്മ കർമാധിപ യോഗമെന്നാണ്. 9-ാം ഭാവപതിയെ ധർമാധിപനെന്നും 10-ാം ഭാവപതിയെ കർമാധിപനെന്നും പറയുന്നു. ഇവർ 2 പേരുമായി യോഗം ചെയ്താൽ നല്ല ഫലങ്ങൾ. നോക്കൂ, 9-ാം ഭാവപതി രവിയും
ധർമാധിപനും 10ാം ഭാവപതി ബുധനും കർമാധിപനും 3-ൽ യോഗം ചെയ്തു നിൽക്കുന്നു ലഗ്നാധിപനുമായി. ഇവിടെ ലഗ്നത്തിൽ ബ്രാഹ്മണഗ്രഹമായ ശുക്രൻ, സ്ത്രീ ധർമ്മമുള്ള ശുക്രൻ, ശുഭഗ്രഹമായ ശുക്രൻ, നൃത്തം, സംഗീതം, കല ഇത്യാദി കാര്യങ്ങൾ, മനുഷ്യന് മറ്റുള്ളവർക്ക് ആനന്ദം പ്രദാനം ചെയ്തു കൊടുക്കുന്ന സംഗതികളുമായി ബന്ധപ്പെട്ട ശുക്രൻ ലഗ്നരാശിയിൽ, ലഗ്നത്തിലേക്ക് നിരന്തരം ഒരു കാര്യം ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, ചെയ്യിപ്പിക്കുന്ന ഗ്രഹായ ശനി നിൽക്കുന്ന രാശിയിൽ നിന്ന് 10ലേക്കുള്ള ദൃഷ്ടി ലഗ്നത്തിലേക്ക്. ശനിയുടെ ലഗ്നത്തിലേക്കുള്ള ദൃഷ്ടി ആ വ്യക്തിക്ക് തേജസ് ഉണ്ടായിരിക്കും. ആണായാലും പെണ്ണായാലും രൂപത്തിൽ തേജസ് ഉണ്ടായിരിക്കും എന്ന് പറയുക. അദ്ദേഹം രൂപലാവണ്യം ഉള്ള ആൾ തന്നെയാണ്. പിന്നെ ഇവിടെ മറ്റൊരു പരിവർത്തന യോഗം സംഭവിച്ചിരിക്കുന്നു. ലഗ്നാധിപനായ ഗുരു ശനിയുടെ രാശിയിൽ, ഈ ആശ്രയ രാശിയാധിപനായ ശനി ഗുരുവിൻ്റെ രാശിയിൽ, പരസ്പരം ഗുരുവും ശനിയും രാശി മാറ്റം, പരസ്പരം വീട് മാറി നിൽക്കുന്നു. പരസ്പര പരിവർത്തനം ഒരു നല്ലൊരു യോഗമാണ്. സാഹിത്യത്തിൻ്റെ രംഗത്തിൽ, എഴുത്തിൻ്റെ മേഖലകളിൽ അദ്ദേഹം എങ്ങനെ കടന്നു ചെന്നു എന്ന് വ്യക്തമായൊരു സൂചന ഈ ഗ്രഹനിലയിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ്റെ ഭാവമായ 3-ൽ എഴുത്തിൻ്റെയും ബുദ്ധിയുടെയും കാരകനായ ബുധൻ, 10ാം ഭാവപതി ബുധൻ നിപുണയോഗം വരെ ചെയ്തു നിൽക്കുന്നു. കർമാധിപ യോഗം ചെയ്തു നിൽക്കുന്നു. 3ൻ്റെ കാരകനായ കുജൻ്റെ ദൃഷ്ടിയുണ്ട്. ഭാവനയുടെയും മറ്റുമൊക്കെ സംഗതി സൂചിപ്പിക്കുന്ന ചന്ദ്രൻ, ഭാവനയുടെയും മറ്റു സംഗതികളെയും സൂചിപ്പിക്കുന്ന ചന്ദ്രൻ ഉച്ചത്തിലോട്ടുള്ള സഞ്ചാരത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണ്, അതും നല്ലതാണ്. ഞാനിത് ചെറിയൊരു ഊഹങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഇതുപോലെ ഓരോ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയും ഗ്രഹനിലകൾ നമുക്ക് ചെറിയ രീതിയിൽ സ്കാൻ ചെയ്ത് പഠിക്കാം. മറ്റ് സംഗതികളിലോട്ട് ഞാൻ കടക്കുന്നില്ല. ഇനി വേറെ ഇദ്ദേഹത്തിൻ്റെ 7ാം ഭാവം, നല്ല കുടുംബജീവിതമൊക്കെ ഉള്ള ആളാണ്. പക്ഷേ നമ്മൾ ഇദ്ദേഹം ആണെന്നറിയാതെ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ 12ാം ഭാവപതി കുജൻ 12ൽ നിന്നുകൊണ്ട് 7ലോട്ട് ദൃഷ്ടി, നിൽക്കുന്ന രാശിയിൽ നിന്ന് 8ലോട്ട് ദൃഷ്ടി കുജനുണ്ട്. ഇപ്പോൾ പാപബന്ധം വന്നിരിക്കുന്നു. ശുക്രനും 7മായി ബന്ധപ്പെടുന്ന നല്ലതല്ലെന്ന് പറയുക. ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട്, തീർന്ന കേസായി എന്ന് പറയും. പക്ഷെ വേറൊന്നും നോക്കൂ, 7ാം ഭാവപതി ബുധൻ ലഗ്നാധിപനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രവുമല്ല, ലഗ്നാധിപൻ 7ലേക്ക് ദൃഷ്ടി, നിൽക്കുന്ന രാശിയിൽ നിന്ന് ഗുരുവിന് 7ലേക്കുള്ള ദൃഷ്ടി. അസാധ്യ ബന്ധമല്ലേ അത്? മറ്റ് പാപബന്ധങ്ങളെ അകറ്റിക്കളയേണ്ട ബന്ധമല്ലേ അത്? അത് നോക്കൂല. വെറുതെ ഇത് സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.